സൂപ്പർ വൺ ചാനലിൻ്റെ സ്വദേശ് മെഗാ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്? 79ാമത് സ്വാതന്ത്ര്യദിനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏത്? 1885. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏത്? ബീഹാറിൽ നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം 1917. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? മഹാത്മാഗാന്ധി. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന്? ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് അഹിംസാ ദിനമായി ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. മലബാർ ലഹള നടന്ന വർഷം ഏത്? 1921. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യത്തെ വിദേശ ശക്തി ആര്? പോർച്ചുഗീസുകാർ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കീർത്തി മന്ദിർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഭഗത് സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ആര്? സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജി ഉൾപ്പെടെ എത്ര പേരുണ്ടായിരുന്നു? 79 അനുയായികൾ. ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം ഏത്? രഘുപതി രാഘവ രാജാറാം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാഡം ഭിക്കാജി കാമ. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ. നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏത്? ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു.
ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആര്? അംശി നാരായണപിള്ള. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? തിരൂർ മുതൽ താനൂർ വരെ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് ലൈൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919 ഏപ്രിൽ 13. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കപ്പിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് ആര്? ഇർവിൻ പ്രഭു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1920. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏത്? 1600. ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധി സന്ധി നടന്ന വർഷം ഏത്? 1931. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര്? ബി.ആർ. അംബേദ്കർ. ദേശീയ പതാകയുടെ അനുപാതം എത്ര? 3:2. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട്? 13 വരികൾ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ.